മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്നറിയപ്പെടുന്ന ശരത് പവാറിനും അടിതെറ്റിപ്പു. പതിറ്റാണ്ടുകളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ സഖ്യങ്ങളെ കൂട്ടിയിണക്കിയിരുന്ന ആ അതികായനും സ്വന്തം പാർട്ടിയിലെ പിളർപ്പിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിലെയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയിലെയും വൻ കൊഴിഞ്ഞുപോക്കിന് പിന്നാലെ ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള NCP വിഭാഗവും ഇപ്പോൾ പൂർണ്ണമായ തകർച്ചയുടെ വക്കിലാണ്. പഴയകാല സഖ്യ രാഷ്ട്രീയത്തിന്റെ അനിവാര്യമായ പതനവും പുതിയ ഇന്ത്യയുടെ രാഷ്ട്രീയ ഗതിവേഗം പൂർണ്ണമായും NDAയുടെ കൈകളിലാണെന്ന യാഥാർത്ഥ്യവുമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരത് പവാർ പക്ഷത്തുള്ള 8 ലോക്സഭാ MP-മാരിൽ 5 പേരും ഉടൻ തന്നെ BJP നയിക്കുന്ന NDA പാളയത്തിലേക്ക് മാറുമെന്ന റിപ്പോർട്ടുകൾ പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. NCP നേതാവ് സുനേത്ര പവാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെ ഈ അഭ്യൂഹങ്ങൾക്ക് സ്ഥിരീകരണമാവുകയാണ്. ഇതിനിടെ ഇതൊരു തുടക്കം മാത്രമാണെന്നും യഥാർത്ഥ ചിത്രം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമുള്ള ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് ശ്രീകാന്ത് ഷിൻഡെയുടെ മുന്നറിയിപ്പ് പ്രതിപക്ഷ ക്യാമ്പുകളിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വന്തം MP-മാരെ പിടിച്ചു നിർത്താൻ മറ്റു വഴികളില്ലാതെ ജൂൺ 19-ന് ശരത് പവാർ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു ചേർത്തത് ഈ ഗതികേടിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഒരു വശത്ത് NDA തങ്ങളുടെ കോട്ടകൾ കൂടുതൽ ശക്തമാക്കുമ്പോൾ മറുവശത്ത് സ്വന്തം അസ്തിത്വം നിലനിർത്താൻ പാടുപെടുകയാണ് ഇന്ത്യ സഖ്യം. ശരത് പവാറിന്റെ പാർട്ടി കോൺഗ്രസിൽ ലയിക്കണമെന്ന ശിവസേന UBT നേതാവ് സഞ്ജയ് റാവുത്തിന്റെ ഉപദേശം അവരുടെ രാഷ്ട്രീയ ദാരിദ്ര്യമാണ് തുറന്നു കാട്ടുന്നത്. മുങ്ങുന്ന കപ്പലായ കോൺഗ്രസിലേക്ക് തകർന്നുകൊണ്ടിരിക്കുന്ന NCPയും ലയിപ്പിച്ച് നരേന്ദ്രമോദിയെ നേരിടാമെന്ന പ്രതിപക്ഷത്തിന്റെ കണക്കുകൂട്ടലുകൾ കേവലം പരിഹാസ്യമാണ്. മോദി വിരുദ്ധ സഖ്യം എന്ന പേരിൽ തട്ടിക്കൂട്ടിയ ഇത്തരം ദുർബലമായിട്ടുള്ള മുന്നണികൾക്ക് ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ലെന്നാണ് മഹാരാഷ്ട്രയിലെ ഈ മാറ്റങ്ങൾ അടിവരയിടുന്നത്. ചുരുക്കത്തിൽ ഇത് കേവലം ഒരു പാർട്ടിയിലെ പിളർപ്പല്ല, മറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു വലിയ യുഗത്തിന്റെ അന്ത്യമാണ്. BJP നയിക്കുന്ന NDA വെറുതെ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുക മാത്രമല്ല, മറിച്ച് പ്രതിപക്ഷത്തിന്റെ കോട്ടകളെയും അവരുടെ കുടുംബ വാഴ്ചകളെയും വേരോടെ പിഴുതെറിയുകയാണ്. ന്യൂസ് ഡെസ്ക്.